എല്ലാ വിദ്യാർത്ഥികൾക്കും MCO01 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡയമെൻഷൻസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. Organizational structure has three dimensions as has been laid down by the Robbins. മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് 3 ഡയമെൻഷൻസ് ആണ്: ഫോർമലൈസേഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് കോംപ്ലക്സിറ്റി. All these dimensions contributes a lot to the efficiency, high centralization, high degree of specialization, centralized authority of functional departments and monitors a high degree of span of control. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞ എല്ലാ ഡയമെൻഷൻസും ഓർഗനൈസേഷൻസ് എഫിഷ്യൻസി കൂട്ടുന്നതിൽ, സെൻട്രലൈസേഷൻ ആക്കുന്നതിൽ, സ്പെഷ്യലൈസേഷൻ കൂട്ടുന്നതിൽ, അതോറിറ്റി ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റി സെൻട്രലൈസ് ചെയ്യുന്നതിൽ, ഹൈ ഡിഗ്രി ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Therefore, all these dimensions are very important and integral part of the organization to run effectively and efficiently. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ എല്ലാ ഡയമെൻഷൻസും മുകളിൽ പറഞ്ഞ 3 ഡയമെൻഷൻസും ഓർഗനൈസേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗനൈസേഷന്റെ ഫങ്ഷൻ, പ്രവർത്തനം സ്മൂത്ത് ആയിട്ട് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 3 തരത്തിലുള്ള ഡയമെൻഷൻസും ഓർഗനൈസേഷന് ആവശ്യമായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് വൺ, ഫോർമലൈസേഷൻ. It refers to the extent to which the activities, rules, procedures, instructions, etc. are specified and written. ഫോർമലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ ആക്ടിവിറ്റീസും റൂൾസും പ്രൊസീജിയേഴ്സും ഇൻസ്ട്രക്ഷൻസും എത്രത്തോളം സ്പെസിഫൈഡ് ആയിട്ട് റിട്ടൺ ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ടേമാണ് ഫോർമലൈസേഷൻ എന്ന് പറയുന്നത്. This primarily means that the degree to which the activities of the organization are standardized. അപ്പോൾ അതിൽ നിന്നും ഒരു ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് എത്രത്തോളം സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഡയമെൻഷൻ ആണ് സെൻട്രലൈസേഷൻ. There are some organizations where top management makes all decisions and middle and lower managers merely implement the decisions taken by the top management. At the other extreme, there are some organizations in which decisions are made at all levels of management. The first case fits into the centralized structure, and whereas the second one is highly decentralized. ചില ഓർഗനൈസേഷനിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. അത് നടപ്പിലാക്കുന്നത് മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ഉള്ള സ്ഥാപനങ്ങൾ ഹൈലി സെൻട്രലൈസ്ഡ് ആണ്, സെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ആണെന്ന് പറയാൻ സാധിക്കും. ചില സ്ഥാപനങ്ങളിലാണെങ്കിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറയാൻ സാധിക്കും. വൺ ഓഫ് ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയൽ ഹാപ്പൻസ് ടു ബി ദ സെൻട്രലൈസേഷൻ. അപ്പോൾ ഹെൻറി ഫയൽസിന്റെ 14 പ്രിൻസിപ്പിൾസിൽ ഒരു പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ. According to him, decreasing the role of subordinates in decision making is centralization and increasing their role is decentralization. ഹെൻറി ഫോയിൽ പറഞ്ഞിരിക്കുന്നത് സബോർഡിനേറ്റ്സിന്റെ റോള് ഡിസിഷൻ മേക്കിങ്ങിൽ കുറയ്ക്കുന്നതിന് പറയുന്നതാണ് സെൻട്രലൈസേഷൻ എന്നും സബോർഡിനേറ്റ്സിന്റെ റോള് കൂട്ടുന്നതിന് ഡീസെൻട്രലൈസേഷൻ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഡയമെൻഷൻ ആണ് സെൻട്രലൈസേഷൻ. മൂന്നാമത് പറയുന്നുണ്ട് കോംപ്ലക്സിറ്റി. It refers to the differences among jobs and units. It reflects the degree of differentiation existing within the organization. Complexity എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ജോബ് അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ്സ് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനമാണ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഫോർവേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്, അതിന്റെ ഡിഗ്രീനെ സൂചിപ്പിക്കുന്നതാണ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന വാക്ക്. എ വെറൈറ്റി ഓഫ് ജോബ്സ് ആൻഡ് യൂണിറ്റ്സ് ക്രിയേറ്റ് മോർ കോംപ്ലക്സിറ്റി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വ്യത്യസ്ത തരത്തിലുള്ള ജോബ്സും യൂണിറ്റ്സും ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കോംപ്ലക്സിറ്റി കൂടുന്നതാണ്. ദ മാനേജ്മെന്റ് ഓഫ് കോംപ്ലക്സ് സ്ട്രക്ചർ മേ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള ബിസിനസ് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുക ഡിഫിക്കൽട്ട് ആണ്. ബേസ്ഡ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ആക്ടിവിറ്റീസ് there may be horizontal differentiation, vertical differentiation and spatial differentiation. അപ്പോൾ അങ്ങനെ
കോംപ്ലക്സിറ്റി വെച്ചുകൊണ്ട് എത്രത്തോളം ആക്ടിവിറ്റീസിന് കോംപ്ലക്സിറ്റി ഉണ്ട്, എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണോ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത്, അതിനെ വെച്ചുകൊണ്ട് കോംപ്ലക്സിറ്റിനെ ഹൊറിസോണ്ടൽ ഡിഫറൻസിയേഷൻ, വെർട്ടിക്കൽ ഡിഫറൻസിയേഷൻ ആൻഡ് സ്പേഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് തിരിച്ചിട്ടുണ്ട്. അതിൽ ഹൊറിസോണ്ടൽ ഡിഫറൻസിയേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെയിം ലെവലിൽ എത്രത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് if the number of activities which require more specialized skill and organization will tend to be more complex. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഓർഗനൈസേഷന് നമ്പർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ആവശ്യമുള്ള ആക്ടിവിറ്റീസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റി കൂടും എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ഡിഫറൻസിയേഷൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെർട്ടിക്കൽ ഡിഫറൻഷിയേഷൻ refers to the number of levels in an organization. വെർട്ടിക്കൽ ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷനിൽ എത്ര ലെവൽസ് ഉണ്ട് എന്നതിനെ സൂചിക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് ഡെപ്ത് ഓഫ് ദ ഹൈറാർക്കി ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഹൈറാർക്കിക്ക് എത്രത്തോളം ഡെപ്ത് ഉണ്ട്, എത്രത്തോളം ലെവൽസ് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹൈറാർക്കിക്കൽ ലെവല് ഹയർ ആണെങ്കിൽ, ഡെപ്ത് കൂടുതലാണെങ്കിൽ ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റി കൂടുന്നതാണ് എന്നുള്ളതാണ് വെർട്ടിക്കൽ ഡിഫറൻസിയേഷനിലൂടെ പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ടൈപ്പാണ് സ്പേഷ്യൽ ഡിഫറൻസിയേഷൻ. Spatial differentiation refers to the degree to which location of units and the personnel are displaced. But spatial differentiationലൂടെ ഓർഗനൈസേഷന്റെ യൂണിറ്റ്സിന്റെ ലൊക്കേഷൻ എത്രത്തോളം എവിടെയാണ്, ആ വ്യക്തികൾ പേഴ്സൺസ് എത്രത്തോളം സ്പ്രെഡ് ആയി കിടക്കുന്നു എന്നുള്ളതാണ് സ്പേഷ്യൽ ഡിഫറൻസിയേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. As you must aware that these days activities of the organization are located in different areas. The multiple location increases the complexity of organization. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ന് ബിസിനസ് ഓർഗനൈസേഷന്റെ പല യൂണിറ്റ്സും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലായതുകൊണ്ട് ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റി കൂടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷനിലെ കോർഡിനേഷനും ഇന്ററാക്ഷൻസും നടത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിരിക്കും, ബുദ്ധിമുട്ടുള്ള കേസ് ആയിരിക്കും. Thus, the complexity of organization determines the amount of coordination, communication and control. ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചാണ് ഓർഗനൈസേഷന്റെ കോർഡിനേഷൻ എത്രത്തോളം വേണം, കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം വേണം, കൺട്രോൾ എത്രത്തോളം വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ജോൺ ഇവാനിച്ച് ആൻഡ് മൈക്കിൾ മാർട്ടിൻസ് അനലൈസ് ദ ഹൈ ഫോർമലൈസേഷൻ റിഫ്ലെക്സ് ഹൈ സ്പെഷ്യലൈസേഷൻ, ഡെലിഗേറ്റഡ് അതോറിറ്റി, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ. The high centralization reflects the high specialization, centralized authority, functional departments and wide span of control. The high complexity reflects high speculation, delegated authority, territorial customer and product differentiation and narrow span of control. The low formalization and centralization and complexity reflect the opposite characteristics. ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഡയമെൻഷൻസ് മൂന്നെണ്ണമാണ് വരുന്നത്. ഫോർമലൈസേഷൻ, രണ്ടാമത് സെൻട്രലൈസേഷൻ, മൂന്നാമത് കോംപ്ലക്സിറ്റി. അതിൽ ഫോർമലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ്, റൂൾസ്, പ്രൊസീജിയേഴ്സ്, ഇൻസ്ട്രക്ഷൻ എത്രത്തോളം സ്പെസിഫൈഡ് ആൻഡ് റിട്ടൺ ആയിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ആ ഓർഗനൈസേഷന്റെ മാനേജ് ചെയ്യുക എന്നുള്ളത് എളുപ്പമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ ഡയമെൻഷനാണ് സെൻട്രലൈസേഷൻ. ചില ഓർഗനൈസേഷൻസ് സെൻട്രലൈസ്ഡ് ആയിരിക്കും, ചില ഓർഗനൈസേഷൻസ് ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് സെൻട്രലൈസ്ഡ് ആണെങ്കിൽ ഓർഗനൈസേഷനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മൂന്നാമത് പറയുന്നത് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ച് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാൻ കോംപ്ലക്സ് ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതിനനുസരിച്ച് ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്.